യൂസുഫ് അദ്ദേഹം ഒരു വലിയ ധിക്കാരിയായ ഭരണാധികാരിയായിരുന്നു. ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ധാരാളം ആലിമീങ്ങളെ കൊന്നിട്ടുണ്ട്, ധാരാളം മഹാന്മാരെ വകവരുത്തിയിട്ടുണ്ട്. ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരു ദിവസം അതാ ഇങ്ങനെ യാത്ര പോകുമ്പോ വഴിക്ക് നിന്ന് കൂടെയുള്ളവനോട് പറഞ്ഞു, ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ, നീ ഒന്ന് ചെന്ന് നോക്കണം. ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞയച്ച വ്യക്തി ആരെങ്കിലും ഉണ്ടോ മരുഭൂമിയിലെങ്ങാനുമെന്ന് യാത്രക്കിടയിൽ നോക്കുകയാണ്. ഒരു മനുഷ്യനതാ അവിടെ ഉച്ചസമയത്ത് പുതപ്പും പുതച്ചു കിടക്കുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറഞ്ഞേച്ച പ്രതിനിധി ആ മനുഷ്യനെ പോയി കാലുകൊണ്ട് തട്ടിയിട്ടൊന്ന് വിളിച്ചു. വാസ്തവത്തിൽ ആരെയും കാലുകൊണ്ട് തട്ടി വിളിക്കരുത്, എല്ലാവരും പരസ്പരം ആദരിക്കണം, ബഹുമാനിക്കണം, ഒരിക്കലും തന്നെ നിസ്സാരപ്പെടുത്തരുത്. കാലുകൊണ്ട് പോയി തട്ടിയൊന്ന് വിളിച്ചപ്പോൾ ഹജ്ജാജിന്റെ പ്രതിനിധി വിളിച്ചപ്പോൾ ആ ഉറങ്ങുന്ന വ്യക്തി ഉറക്കം ഞെട്ടിത്തെളിഞ്ഞു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം കണ്ടാൽ വിളിച്ചതെന്ന് ചോദിച്ചു. നിങ്ങളെ അതാ ഭരണാധികാരി വിളിക്കുന്നു. ഭരണാധികാരി വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങി നടന്നു. കാരണം ഭീകരവാദിയും തീവ്രവാദിയുമാകുന്നത് ശരിയല്ലല്ലോ, ഭരിക്കുന്ന ആള് വിളിച്ചാൽ പോകണ്ടേ. അങ്ങോട്ട് ചെന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് വിളിച്ചു, വരൂ, ഭക്ഷണം കഴിക്കാൻ വരൂ. അപ്പോഴാ ചെറുപ്പക്കാരെ ആ മഹാന്റെ മറുപടി, ഹജ്ജാജെ, നിന്നെക്കാൾ വലിയവൻ ക്ഷണിച്ചു, ഞാനത് സ്വീകരിച്ചു. നിന്നെക്കാൾ വലിയവൻ ക്ഷണിച്ചു, ഞാനത് സ്വീകരിച്ചു. ആരാ ക്ഷണിച്ചത്? എന്തിനാ ക്ഷണിച്ചത്? ക്ഷണിച്ചത് അല്ലാഹുവാണ്. എന്തിനാ ക്ഷണിച്ചത്? സുന്നത്ത് നോമ്പെടുക്കാനാണ്. എനിക്കിന്ന് സുന്നത്ത് നോമ്പാണ്, ഞാൻ സുന്നത്ത് നോമ്പെടുത്തു. എന്നെ റബ്ബ് ക്ഷണിച്ചിട്ട് സ്വീകരിച്ചതാണ്. അതുകൊണ്ട് നിന്റെ ക്ഷണം ഇപ്പൊ സ്വീകരിക്കാൻ നിവൃത്തിയില്ല. ഉടനെ ഹജ്ജാജിന്റെ മറുപടി, ഈ വല്ലാത്ത ചൂടുള്ള ദിവസമാണോ നീ സുന്നത്ത് നോമ്പെടുത്തത്? ഭയങ്കര ചൂടല്ലേ? അപ്പോഴല്ലേ ആ മഹാന്റെ മറുപടി, സുംതു ലിയൗമിൻ അശദ്ദ മിൻഹു ഹറാ. ഓ ഹജ്ജാജേ, ഇന്ന് വല്ലാത്ത വെയിലുണ്ടല്ലേ, എന്നാൽ ഇതിനേക്കാൾ വല്ലാത്ത ചൂടുള്ളൊരു ദിവസം. ഇന്ന് 14,96,74,000 കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യൻ, അതിന്റെ ചൂട് കൊണ്ടാണ് നിനക്കും എനിക്കും ചൂടെങ്കിൽ, ഇതാ സൂര്യൻ വെറും ഒരു ചാണ് മേലെ അല്ലെങ്കിൽ ഒരു മൈൽ മേലെ ഉദിക്കുന്ന ദിവസം, വല്ലാത്ത ചൂടുള്ള ദിവസം. ആ ചൂടുള്ള ദിവസം എനിക്കൊരു രക്ഷ വേണം. ആ വല്ലാത്ത ചൂടുള്ള ദിവസം രക്ഷപ്പെടാനാണ് ഞാൻ ഈ ചൂടുള്ള ദിവസം സുന്നത്ത് നോമ്പെടുത്തത്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഞെട്ടിപ്പോയി. അപ്പോഴാ ഹജ്ജാജ് പറയുന്നു, അതെ, എന്നാൽ നീ ഒരു കാര്യം ചെയ്തോ, ഞാൻ നിന്നെ ക്ഷണിച്ചു പോയില്ലേ, നീ എന്റെ കൂടെ ഭക്ഷണം കഴിച്ചോ, പകരം വേറൊരു ദിവസം നോമ്പെടുത്തോ. ഹജ്ജാജിനോട് മഹാന്റെ മറുപടി, ഹജ്ജാജേ, വേറൊരു ദിവസം നോമ്പെടുക്കാൻ നീ എന്നോട് പറയുന്നു, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, മറ്റൊരു ദിവസം നോമ്പെടുക്കാൻ എനിക്ക് ആയുസ്സുണ്ടെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? മറ്റൊരു ദിവസം നോമ്പെടുക്കാൻ മാത്രം എന്റെ ആയുസ്സിന് ഗ്യാരണ്ടി തരാൻ നിനക്ക് അധികാരമുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഈ മഹാന്റെ ചോദ്യം വല്ലാതെ മനസ്സിന് തറിക്കുന്ന ചോദ്യം. ആരിഫീങ്ങൾ, സാലിഹീങ്ങൾ അങ്ങനെയല്ലേ? അല്ലാഹുമായി ഖൽബ് അടുത്തവരുടെ നാവിന് വല്ലാത്ത മൂർച്ചയല്ലേ? അവരുടെ വാക്ക് വല്ലാതെ മനസ്സിൽ തറിക്കുന്ന വാക്കല്ലേ? കാരണം അവരെ മനസ്സിൽ നിന്ന് വരുന്ന വാചകങ്ങളല്ലേ? ഓ മനുഷ്യ, നാവിൽ നിന്ന് വരുന്നത് കാതിലൂടെ അങ്ങ് പോകും, മനസ്സിൽ നിന്ന് വരുന്നതേ മനസ്സിൽ കയറൂ. ഇത് മഹാന്മാരെ വാക്കാണ്, ആരിഫീങ്ങളെ വാക്കാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം, നിനക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ ഹജ്ജാജേ? സുബ്ഹാനല്ലാഹ്, രാഷ്ട്രീയക്കാരൻ, രാഷ്ട്രീയ നേതാവായ ആലിമീങ്ങളെ കൊന്നൊടുക്കിയ ഭരണാധികാരി ഹജ്ജാജ് ഇബ്നു യൂസുഫിന് മറുപടിയില്ല. ഹജ്ജാജ് പറഞ്ഞു, നല്ല രുചിയുള്ള ഭക്ഷണമാണ്, അതുകൊണ്ട് നിങ്ങളും കഴിക്കട്ടെ എന്ന് മനസ്സിലാക്കി ക്ഷണിച്ചു പോയതാണ്. അപ്പോഴല്ലേ ആ മഹാന്റെ മറുപടി, ഹജ്ജാജേ, നിന്റെ ഭക്ഷണത്തിന് രുചിയുണ്ടല്ലേ, അത് നിന്റെ കുക്കിന്റെ പവറല്ല, നിന്റെ ഉടമസ്ഥനാണെന്ന് വാദിക്കുന്ന നിന്റെ പവറുമല്ല, നിന്റെ ഭരണത്തിന്റെ പവറുമല്ല. ഇന്നമാ ത്വയ്യബതുൽ ആഫിയ,
അതെന്റെ റബ്ബ് എനിക്ക് തന്ന ആരോഗ്യത്തിന്റെ പവറാണ് ഹജ്ജാജേ. നിനക്കറിയില്ലേ ഹജ്ജാജേ, എത്ര രുചിയുള്ള ഭക്ഷണം നീ എങ്ങനെ ഉണ്ടാക്കിയാലും പനിക്കുന്നവന്റെ തൊള്ളയിൽ അതിന് രുചിയില്ലല്ലോ. രോഗിക്ക് നിന്റെ ഭക്ഷണം വേണ്ടല്ലോ. കാരണം ആരോഗ്യമില്ലാത്തവര് ഭക്ഷണത്തിന് രുചിയില്ലല്ലോ. നിങ്ങളേത് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ചെറുപ്പക്കാരെ, ഉമ്മമാരെ, കാരണവന്മാരെ, ഏത് രുചിയുള്ള ഭക്ഷണം ഈ പാവപ്പെട്ട ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാ രുചിയും അള്ള തന്ന ആരോഗ്യം കൊണ്ടല്ലേ. എല്ലാ രുചിയും റബ്ബ് തന്ന ആരോഗ്യമല്ലേ. ആകയാൽ നിങ്ങളോടൊരു വാക്കി പാവപ്പെട്ട ഞാൻ സംസാരിക്കുന്നുവെങ്കിലും, നിങ്ങൾ ഈ സദസ്സിൽ നിൽക്കുന്നുവെങ്കിലും, നമ്മൾ എന്ത് കഴിക്കുന്നുവെങ്കിലും കുടിക്കുന്നുവെങ്കിലും, എന്ത് തന്നെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നുവെങ്കിലും എല്ലാം കൊടുക്കുന്ന രാജാവിന്റെ സമ്മാനമല്ലേ, അവന്റെ അനുഗ്രഹം അല്ലേ. ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ടുള്ളൊരു ജീവിതം, അതാണ് ഈമാനുള്ളവന്റെ ജീവിതം, അതാണ് തഖ്വയുള്ളവന്റെ ജീവിതം. ആ ജീവിതം നയിക്കുന്നവരുമായി റബ്ബ് അടുത്തവനാണ് കേട്ടോ. ആ അടുത്തവന്റെ ചോദ്യത്തിന് ഉത്തരമാണ് കേട്ടോ. അതാ റബ്ബ് പറഞ്ഞത്, തെറ്റ് ചെയ്തു പോയ പാപികളായ നമ്മൾ നിരാശരാകാതെ റബ്ബിനോട് ഖേദിച്ച് മടങ്ങി നല്ലത് ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്ത് ചെയ്യുന്ന തെറ്റൊന്ന് മാറ്റിവെച്ചിട്ട് അതാ പൊരുത്തപ്പെടിക്കേണ്ടത് പൊരുത്തപ്പെടിച്ച് കൊടുക്കേണ്ടത് കൊടുത്തു വീട്ടി അല്ലെങ്കിൽ സംതൃപ്തി നേടി റബ്ബിലേക്ക് മടങ്ങിയാൽ വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഫു അനിസ്സയ്യിആത്ത്. ഖേദിച്ച് മടങ്ങുന്ന അടിമയെ സ്വീകരിക്കുന്ന രാജാവാണവൻ. അവൻ തെറ്റ് ചെയ്തവന് അതാ തട്ടിമാറ്റുന്ന രാജാവല്ല, വല്ലാത്ത കാരുണ്യമുള്ള രാജാവ്. തൗബ ചെയ്തവനെ സ്വീകരിക്കുന്നവനാണവൻ. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ്സയ്യിആത്ത്. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കുന്നവനാണവൻ. വയഅലമു മാ തഫ്അലൂൻ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നന്നായി അറിയുന്നവനാണവൻ. ويستجيب الذين آمنوا وعملوا الصالحات. ഈമാനും സൽക്കർമ്മവുമുള്ള ആളുകൾ ചോദിക്കും.